പാവങ്ങളല്ലേ? പ്രസ്ഥാനത്തിന് വേണ്ടി വല്ലവരുടെയൊക്കെ കയ്യും കാലും കണ്ണും ചെവിയും മൂക്കും ഒക്കെ 51 102 ആയിട്ടൊക്കെ വെട്ടി നുറുക്കിയിടുന്ന പാവങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ കരുണ കണ്ട് വഴിഞ്ഞൊഴുകുന്ന നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാൻ 10 വിരലുകൾ നമുക്ക് തികയാതെ വന്നേക്കാം. സത്യം പറയാലോ, ഇപ്പൊ എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം തോന്നുന്ന സുധാകര. ഈ ജയിലിൽ കിടക്കുന്നവന് ഒരു ചില്ലറ പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോ അതിദാരിദ്ര്യമുക്തമായ ജയിലുകൾ, അതായിരുന്നു ചിറ്റപ്പൻ കണ്ട സ്വപ്നം. അയ്യോ ആശാനെ, ഇയാൾ അത്രക്കാരനല്ല, പഞ്ചപാവ. ജയിലിൽ ഈ വേതനം വർദ്ധിപ്പിച്ചതിന് എന്തിനാ എതിർക്കുന്നത്? എന്തിനാടേ എതിർക്കുന്നത്? കണ്ണിൽ ചോര ഇല്ലാത്തവന്മാരെ എന്തിനാടേ എതിർക്കുന്നത്? ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. അത് പാവങ്ങളല്ലേ? പാവങ്ങള് ഓച്ചറെ പോയി കഞ്ഞി കുടിക്കാൻ പോലും വണ്ടിക്കാശിന് നിവൃത്തിയില്ലാതെ നിന്നപ്പോ പോലീസ് വണ്ടി കണ്ട് അതിനൊരു ലിഫ്റ്റ് അടിച്ച് സെൻട്രൽ ജയിലിലൊക്കെ ചെന്ന് ഇറങ്ങിയ പാവപ്പെട്ടവർ, അവരോട് എന്തിനാ മനുഷ്യരെ കണ്ണുകടി നിങ്ങൾക്ക്? അണ്ണാ, അടുത്ത മദർ തെരേസ പുരസ്കാരം അണ്ണന് തന്നെ. അവൾക്ക് കിട്ടിയിരിക്കുന്ന മുഴുവൻ എന്റെ ബുദ്ധിയാ. അത് പാവങ്ങളല്ലേ? പാവങ്ങളല്ലേ അണ്ണ? അവരെങ്ങനെ ജയിലിലിടാതെ തുറന്നു വിടാനുള്ള നടപടികൾക്ക് കൂടി അണ്ണൻ തുടക്കം ഇടുവോ? അതും കൂടി വേണോന്നാ ഞങ്ങളുടെ ഒരിത്. കുടുംബത്തിലേക്കുള്ള അരി വാങ്ങിക്കാൻ വേണ്ടി എല്ലാവരുടെയും കൊട്ടേഷനൊക്കെ ഏറ്റെടുത്ത് ചില്ലറ പാവപ്പെട്ട പ്രവർത്തികൾ ചെയ്ത് ജീവിച്ച് സെൻട്രൽ ജയിലിൽ പോയ അത്തരം പാവങ്ങൾ, അപ്പൊ ഈ കാറ്റഗറിയിലൊക്കെ വരുന്ന വെറും പാവങ്ങളെ, അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തികളുടെയും കടമയാണ്. ആ കടമ നമ്മളൊക്കെ മറക്കുമ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുക മാത്രമല്ല, അവർക്ക് വേണ്ടി കർശനമായി വാദിക്കുക കൂടിയാണ് നമ്മുടെ ചിറ്റപ്പൻ. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട.